ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം. അവിടെ ഡോക്ടർമാർ പ്രതിഷേധിക്കുകയാണ്. കോഴിക്കോട് ബീച്ച് ആശുപത്രിക്ക് മുമ്പിലാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. കൊൽക്കത്തയിലെ യുവ ഡോക്ടർമാരുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചാണ് സമരം. റിയാസ് കേൾക്കുന്നുണ്ടോ? കോഴിക്കോട് ബീച്ച് ആശുപത്രിക്ക് മുന്നിലാണ് ഡോക്ടർമാരുടെ പ്രതിഷേധം നടക്കുന്നത്. അവർ ജാഥയായി എത്തി പ്രതിഷേധിക്കുകയാണ്. കൊൽക്കത്തയിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചാണ് ഈ ഒരു സമരം ഇവിടെ നടക്കുന്നത്. നീതി നടപ്പാക്കുക, സുരക്ഷ ഒരുക്കുക, ഇത്തരം കാര്യങ്ങൾ മുൻനിർത്തിയാണ് സംസ്ഥാനത്തും ഇന്ന് ഡോക്ടർമാർ പണിമുടക്കുന്നത്. റിയാസ് വിവരങ്ങളുമായി ചേരുന്നു. റിയാസ്, ഇപ്പോൾ ഡോക്ടർമാർ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് ആണ് പ്രതിഷേധത്തിന് വരുന്നത്. പ്ലക്കാർഡുകൾ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇവർ പ്രതിഷേധിക്കുന്നത്? തങ്ങൾക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഡോക്ടർമാരുടെ പ്രതിഷേധം ഇപ്പോൾ തുടരുന്നത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിക്ക് മുൻപിലാണ് ഡോക്ടർമാർ പ്രതിഷേധിക്കുന്നത്. വി വാണ്ട് ജസ്റ്റിസ് തുടങ്ങിയ മുദ്രാവാക്യങ്ങളെല്ലാം തന്നെ ഡോക്ടർമാർ ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇവർ ഇപ്പോൾ പ്രധാനമായും ഈ കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആണ് ഇവരുടെ ഒരു പ്രതിഷേധം. നേരത്തെ ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം അടക്കമുള്ള ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഡോക്ടർമാർക്ക് തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഈ സമരത്തിൻ്റെ മുൻനിരയിലുള്ള ആളുകൾ തന്നെയുണ്ട്. അവരോട് ചോദിക്കാം, എങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നമ്മൾ കുറച്ച് നേരത്തേക്കാണെങ്കിൽ കൂടിയും നമ്മുടെ OP ഒഴിവാക്കുന്നുണ്ട്. നമ്മൾ ഡ്യൂട്ടി എടുക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം മാത്രം നമ്മളിനി ഡ്യൂട്ടിയിലേക്ക് കടക്കുന്നുള്ളൂ. എന്താണ് സംഭവിച്ചതെന്നുള്ളതിൽ എല്ലാവരെ പോലെയും ഞങ്ങൾ വളരെയധികം വിഷമത്തിൽ നിൽക്കുന്നൊരു സിറ്റുവേഷനാണ്. നമ്മളെല്ലാവരും ഡോക്ടേഴ്സ് തന്നെയാണ്. ഇവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരാണ്. 24 hour ഡ്യൂട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 36 hour ഡ്യൂട്ടി എന്ന് പറയുന്നതിലെ ബുദ്ധിമുട്ട് എന്താണെന്ന് മറ്റാരക്കായും മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങളിവിടെ വീട്ടിലൊന്നും പോയിട്ടൊന്നല്ല വർക്ക് ചെയ്യുന്നത്. ഇത്രയും നേരം കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാണ്ടൊക്കെ ആയിരിക്കും വന്നിരിക്കുന്നത്. ഫുഡ് കഴിക്കാതെ ആയിരിക്കും, മര്യാദയ്ക്ക് ഉറക്കമില്ലാതെ ആയിരിക്കും വന്നിരിക്കുന്നത്. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ ഇവിടെ പണിയെടുത്ത് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ എല്ലാം കൊണ്ടും ഇത് അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ നിങ്ങൾ 24 മണിക്കൂർ തൊഴിൽ എടുക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. പലപ്പോഴും സമയം ഇല്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. അവിടെ നിങ്ങൾക്ക് സുരക്ഷിതത്വം പോലും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ വന്ദനാദാസിൻ്റെയും ഇപ്പോൾ കൊൽക്കത്തയിൽ യുവ ഡോക്ടറുടെയൊക്കെ കൊലപാതകത്തിലൂടെ വ്യക്തമാകുന്നത്. എന്താണ് കൂടുതൽ ആവശ്യം? ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഡോക്ടറുടെ വർക്ക് പ്ലേസിലാണ് ഗോട്ട് ബ്രൂട്ടലി റേപ്പ് ആൻഡ് കിൽഡ് അല്ലേ? അത് നാളെ ഞങ്ങൾ ആർക്ക് വേണമെങ്കിലും, ഈവൻ ബോയ്സ് ആയിക്കോട്ടെ ഗേൾസ് ആയിക്കോട്ടെ, എനിബഡി ക്യാൻ ഹാപ്പൻ ദിസ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സെക്യൂരിറ്റി സിസ്റ്റം ഇപ്പോഴും ശരിക്കില്ല. നമ്മൾ വന്ദന മരിച്ച സമയത്തും ദർ വാസ് നോബഡി. എല്ലാവരും ഓടുക എന്നല്ലാതെ ആരും ഹെൽപ്പ് ചെയ്യാൻ വന്നില്ല. ഡോക്ടേഴ്സിനെതിരെ എന്ത് അനീതി നടന്നാലും ആരും ഒരു വോയിസും ഉയർത്തുന്നതായിട്ട് കണ്ടിട്ടില്ല. എവിടെ നമ്മളെ സെലിബ്രിറ്റീസ്, നമ്മളെ ആക്ടേഴ്സ് എവിടെ? ആരും. കേരളത്തിൽ നിന്ന് ഈവൻ മാധ്യമങ്ങൾ പോലും അത് നല്ല രീതിയിൽ കവർ ചെയ്തിട്ടില്ല. നിർഭയ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് നിർഭയ ഇതേപോലെ രീതിയിൽ ബ്രൂട്ടലി റേപ്പ് ചെയ്ത സമയത്ത് എല്ലാവരും മുന്നിലുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഡോക്ടർ ഇത്രയും ദിവസമായി, ഇന്ന് 8th day ആണ്. It's been 8 days. Nobody came forward. Only few politicians, few celebrities came forward. ആരും ഇതൊരു ന്യൂസാക്കി എടുത്തത് ഞങ്ങൾ കണ്ടില്ല. അത് ഞങ്ങൾ ഒരു ഡോക്ടർ മരിച്ചതുകൊണ്ടാണോ? ഒരു ഡോക്ടർ ഡ്യൂട്ടിയിലുള്ള സമയത്ത് ഷീ വാസ് ഓൺ ഡ്യൂട്ടി ഫോർ 36 continuous hours. ഓക്കെ, ആ സമയത്ത് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയ ഡോക്ടറാണ് ഒരുപാട് പേര് കൂടിയിട്ട്
റേപ്പ് ചെയ്തിട്ട് കില്ല് ചെയ്തപ്പെട്ടിട്ടുണ്ട്. നമുക്ക് സെക്യൂരിറ്റി വേണം. അവർ സെക്യൂരിറ്റി സിസ്റ്റം ഈസ് നോട്ട് ഗുഡ് അറ്റ് ഓൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ പോലീസ് പ്രൊട്ടക്ഷനും സെക്യൂരിറ്റി നിർബന്ധമാക്കണം. ദി ലോ ഷുഡ് ബി എന്താ പറയുക, എല്ലാവർക്കും ഈക്വൽ ആയിരിക്കണം. ആ ഒരു ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായും ഫിജി, കാരണം ഇത് തന്നെയാണ് ഈ ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത്. കാരണം നമുക്ക് കാണാം, അവർ പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറയുന്ന ഒരു കാഴ്ച. ഇത് വളരെയധികം വൈകാരികമായൊരു വിഷയമായി തന്നെയാണ് ഇവർ പരിഗണിക്കുന്നത്. നാളെ ഇപ്പോൾ IMAയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി തന്നെ നടക്കാൻ പോകുന്നു. രാജ്യവ്യാപകമായി ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നു. ഈ ഒരു തൊഴിലിടത്തിൽ കൃത്യമായ സുരക്ഷ ഇല്ലാത്ത രീതിയിൽ ഇവർക്ക് തൊഴിലെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം സമയമോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും ചിന്തിക്കാതെ തൊഴിലെടുക്കുന്ന ആളുകളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഒക്കെ പ്രയത്നിക്കുന്നവരാണ് ഈ ഡോക്ടർമാർ എന്ന് പറയുന്നത്. ആ ഡോക്ടർമാർക്കാണ് തൊഴിലിടത്തിൽ പോലും ക്രൂരമായ പീഡനത്തിന് ഇരയാക്കപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം, കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പരസ്യമായ പ്രതിഷേധവുമായി ഡോക്ടർമാർക്ക് ഇറങ്ങേണ്ടി വരുന്നത് എന്നുള്ളത് അങ്ങേയറ്റം ഗൗരവകരമായൊരു വിഷയമാണ്. റിയാസ് KM കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. PG ഡോക്ടർമാർ അവിടെ സമരത്തിലാണ്, പ്രതിഷേധത്തിലാണ്. കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൻ്റെ പ്രതിഷേധം ഇങ്ങനെ കേരളത്തിലും അലയടിക്കുകയാണ്.